സ്ഥാപിക്കുന്ന ചെറിയ മക്കളടക്കമുള്ളവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടിയത് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഈ സദസ്സിന്റെ ഉദ്ദേശ്യം സ്വാഗത ഭാഷണത്തിൽ ഒന്നരായ സുഹൃത്തുക്കൂടെ ആയ അൻസാരി അഹ്സനി അവർ നമുക്ക് വിശദീകരിച്ചു തന്നു. സുദീർഘമായ ഒരു സംസാരം ഉദ്ദേശിക്കുകയല്ല, മറിച്ച് ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തി തന്ന മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, അവിടുന്ന് ദഅവത്തിന്റെ ഇസ്ലാമിന്റെ പ്രബോധനാർത്ഥം ക്രൂരനായ ഭരണാധികാരിയായിരുന്ന ഫിർഔനിന്റെ സമീപത്തേക്ക് ചെന്ന സംഭവങ്ങളും അതിനെ തുടർന്നുണ്ടായ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞവരാണ്. ആ ഒരു ചരിത്രത്തിൽ മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ആവശ്യപ്പെടുന്നുണ്ട്, വഅഖീ ഹാറൂനു ഹുവ അഫ്സഹു മിന്നി ലിസാന. മൂസ നബി ഒരു ലീഡറാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ ദർസിലെ ഈ തബസ്സുമിന്റെ പ്രോഗ്രാമിനും 2 ഗ്രൂപ്പുകളായി, അതിന് ലീഡർമാരും അതിന്റെ കീഴിൽ അതിന്റെ മറ്റു മത്സരാർത്ഥികളൊക്കെ ആയിട്ടുള്ള നല്ലൊരു സജീവത നിറഞ്ഞ സദസ്സ് കൂടെയാണ് നമ്മുടെ ഈ ഒരു മജ്ലിസ്. മഹാനായ ലീഡറാകുന്ന മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ആവശ്യപ്പെടുന്നത്, എന്റെ സഹോദരൻ കൂടെയായ ഹാറൂൻ നബിയെ എന്റെ കൂടെ അയക്കണമെന്നാണ്. എന്നിട്ട് അതിന് കാരണം കൂടി പറഞ്ഞത്, ഹുവ അഫ്സഹു മിന്നി ലിസാന, നല്ല വാക്ക് ചാരുതയുള്ള, സംസാരിക്കാൻ നല്ല മികവുള്ള, പ്രസംഗ വൈഭവമുള്ള സുഹൃത്താണ് ബഹുമാനപ്പെട്ട ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് മൂസ നബി പരിചയപ്പെടുത്തുന്നു. ഈ ഒരു ആയത്ത് നമുക്കൊക്കെ വളരെ ചിന്ത നൽകുന്ന ഒരു ആയത്ത് കൂടെയാണ്. കാരണം ഒരു ലീഡറാകുമ്പോൾ വെറും പ്രവർത്തനം മാത്രം പോരാ, അതിനപ്പുറം തൻ്റെ കീഴിലുള്ള മെമ്പർമാർ അല്ലെങ്കിൽ തൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരെ കൊണ്ട് പ്രവർത്തിപ്പിക്കാനും കൂടെയുള്ളതാണ് അവരുടെ ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി. അതിനെ വളരെ അന്വർത്ഥമാക്കുന്ന സദസ്സ് കൂടിയാണ് നമ്മുടെ ഈ തബസ്സുമിന്റെ ഈ വേദി. കാരണം ഇതിന്റെ ലീഡർമാർ അവർ സ്വയം പഠിക്കുന്നവരും അതോടൊപ്പം മത്സരത്തിന് വേണ്ടി അവർ കീഴിലുള്ള മക്കളെ വളരെ സജീവമായി പ്രാക്ടീസ് ചെയ്യാനും മറ്റു പ്രവർത്തനങ്ങൾക്കൊക്കെ അവരെ മാറ്റിവെച്ചവരാണ്. ഇത് തന്നെയാണ് ഇസ്ലാമിന്റെ അധ്യാപനവും. മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ഒരു ദഅവത്തിന്റെ മേഖലയിൽ ഓൾറെഡി പ്രവേശിച്ചവരും അവർക്ക് അതിനൊക്കെ എല്ലാവിധ കഴിവും അള്ളാഹു നൽകിയ ഉലുൽ അസ്മിൽപ്പെട്ട വലിയ നബിയാണ്. എന്നാൽ വെറും എന്റെ പ്രവർത്തനത്തിൽ മാത്രം ഒതുങ്ങാതെ എന്റെ സുഹൃത്തായ എന്റെ സഹോദരനായ ഹാറൂൻ നബി കൂടെ എന്റെ പ്രവർത്തനത്തിൽ ഭാഗവാക്കാകണമെന്ന ഒരു വലിയ ആഗ്രഹം വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്ന ഈ സംഭവം നമുക്ക് വലിയ പ്രചോദനം നൽകുന്നതാണ് എന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ പ്രസംഗ കലകൾക്ക് ധാരാളം പ്രത്യേകതകളുണ്ട്. അതിലേക്കൊന്നും ഞാൻ ഈ സമയത്ത് കടക്കുന്നില്ല. വളരെ പ്രാധാന്യമുള്ളതാണ് പ്രസംഗം. ഇവിടെ തബസ്സുമിന് ഓരോ വിദ്യാർത്ഥികൾക്കും പ്രസംഗ മത്സരമുണ്ട്. അത് പ്രസംഗം നിങ്ങളോട് അത്രക്ക് ഊന്നി പറയാൻ കാരണം, നമ്മുടെ ദഅവത്തിന്റെ മേഖലയിൽ നമ്മൾ സമൂഹത്തോട് ഇടപഴകുന്ന സമയങ്ങളിൽ പ്രസംഗത്തിന് വലിയ മാർക്കുണ്ട്. രണ്ടാൾക്കിടയിൽ നീച്ചു നിന്ന് അവർക്കിടയിൽ നമ്മുടെ മനസ്സിൽ വരുന്ന ആശയങ്ങളെ വളരെ സന്തോഷത്തോടു കൂടിയും അവർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ, സാഹിത്യം എന്ന് പറയുമ്പോൾ കടിച്ചാ പൊട്ടാത്ത അല്ലെങ്കിൽ മനസ്സിലാകാത്ത രൂപത്തിലുള്ള ഒരു സംസാരമല്ല. അതേ സമയത്ത് വളരെ ലളിതമായ രൂപത്തിൽ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള നമ്മുടെ സംസാരം കേൾക്കുന്ന ആൾക്ക് മനസ്സിലാകണം പറയുന്ന വിഷയങ്ങൾ. ആ രൂപത്തിൽ നമുക്ക് വിഷയങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് നമ്മുടെ മനസ്സിലുള്ള ആ ഒരു ഉദ്ദേശത്തെ അവരിലേക്ക് പാസ് ചെയ്തുകൊണ്ട് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന വലിയൊരു പ്രവർത്തനത്തിന്റെ, ഒരു ദീനി പ്രചരണത്തിന്റെ വഴി കൂടെയാണ് പ്രസംഗം. എല്ലാ നബിമാരും അവരൊക്കെ സമൂഹത്തിൽ പ്രസംഗം നടത്തിയവരാണ്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എത്രയോ വർഷങ്ങൾ ദഅവത്ത് ചെയ്തു, അതിൽ കുറഞ്ഞ ആളുകളെ മുസ്ലിമായിട്ടുള്ളൂ. ഇങ്ങനെ പ്രസംഗിക്കാനും
ദഅവത്തിന്റെ ആളുകളെ സന്മാർഗത്തിലേക്ക് കാക്കുന്നതിന്റെ വിവിധ വഴികൾ നമ്മുടെ പൂർവ്വകാലത്തിലുള്ള അമ്പിയാക്കളൊക്കെ ചെയ്തവരാണ്. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ എന്ന് നമ്മളൊക്കെ കേട്ടവരാണ്. ആ ഹദീസ് അന്വർത്ഥമാക്കുമ്പോൾ ഉലമാക്കള് അമ്പിയാക്കളുടെ ഈ ത്വരീഖ് പ്രസംഗം എന്ന് പറയുന്ന ഈ ഒരു വലിയ ഉത്തരവാദിത്വം സമൂഹത്തിൽ നിലനിർത്തണം. അതിനൊക്കെ ഉള്ള ഒരു സംഗമമാണ്, അവസരങ്ങളാണ് ഇതെല്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇതിനു വേണ്ടി അൽഹംദുലില്ലാഹ് ഈ വസ്മ അക്കാദമി ബഹുമാനപ്പെട്ട അബ്ദുറഹീം സഖാഫി ഉസ്താദിന്റെ നേതൃത്വത്തിൽ മാഷാ അല്ലാഹ് 15ഓളം മക്കൾ ഇവിടെ മാസങ്ങൾക്ക് മുമ്പേ ഇതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളും മറ്റ് പഠനങ്ങളും പ്രാക്ടീസുകളും അൽഹംദുലില്ലാഹ് അസറിന് ശേഷം ഇവിടെ ബുക്ക് ടെസ്റ്റ് അടക്കമുള്ള ധാരാളം പരിപാടികൾ കഴിഞ്ഞു. ഇനി ഇവിടെ നമ്മുടെ സ്റ്റേജ് പരിപാടികളൊക്കെ ഇവിടെ മാറ്റിയെടുക്കാനുണ്ട്. പ്രസംഗങ്ങളും അതുപോലെ തന്നെ പാട്ടുകളുമൊക്കെ ആയി വിവിധ പരിപാടികൾ നമുക്ക് നടക്കാനുണ്ട്. അള്ളാഹു അതൊക്കെ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഇത്തരം പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടി നമ്മുടെ സ്വാഗത ഭാഷണത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ മക്കൾക്ക് ഇതൊരു എങ്ങനെ പ്രവർത്തനങ്ങൾ ഡീകോഡ് ചെയ്യണം, എങ്ങനെ ഒരു സിസ്റ്റമാറ്റിക്കായി ഒരു പരിപാടി നടത്താൻ അതിനെങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യണം എന്നതിൻ്റെ ഒരു അറിവാണ് ഇതിലൂടെയൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മിൽ നിന്നൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഈ പള്ളി മസ്ജിദുൽ മനാറത്തിന് അൽഹംദുലില്ലാഹ് ഇവിടെ ജമാഅത്തിനും അല്ലാതെയുമൊക്കെയായി അൽഹംദുലില്ലാഹ് വലിയ സന്തോഷത്തോടെ ഇവിടെ സജീവമായി ഉണ്ടാകുന്ന മൊയ്തുട്ടിയാക്ക് അതുപോലെ കുഞ്ഞിമാക്ക അള്ളാഹു തആല അവർക്കൊക്കെ നല്ല ആഫിയത്ത് നൽകുമാറാകട്ടെ. ചെറിയ അസുഖങ്ങൾക്കൊക്കെ അവർക്കുണ്ട്. അള്ളാഹു അതൊക്കെ ശിഫാ നൽകി ആഫിയത്തുള്ള ദീർഘായുസ് അവർക്കും നമുക്കൊക്കെ അവന്റെ ത്വാഴത്തിലായി നൽകുമാറാകട്ടെ. അതുപോലെ ഈ നാട്ടിലുള്ള ഈ ദർസിനോടും പള്ളിയോടും ഒക്കെ നല്ല നിസ്സീമമായ സഹകരണം നൽകുന്ന എല്ലാവർക്കും അർഹമർ റഹീമായ റബ്ബ് സന്തോഷങ്ങൾ നൽകുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന ഖുർആൻ വാക്യത്തോടെ ഈ തബസ്സും എന്ന ഫെസ്റ്റ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.